ഹായ് ഫ്രണ്ട്സ്, കുറേ നാളായിട്ട് വിചാരിക്കുക കേട്ടോ കൂണ് മുളപ്പിച്ച് നോക്കാമെന്ന്. അപ്പം ഞാൻ ഓൺലൈനായിട്ട് ഇതിൻ്റെ വിത്ത് വാങ്ങിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് പുല്ല് നന്നായിട്ട് ഒരു ദിവസം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. കുതിർത്ത് വെച്ചതിന് ശേഷം ഇത് പിറ്റേന്ന് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് നല്ല തിളപ്പിച്ചെടുക്കണം കേട്ടോ. വെള്ളത്തിലിട്ടിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കാം. ഇതൊക്കെ വായിച്ചവരെന്നെ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നിരുന്നു കേട്ടോ. അങ്ങനെ നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതിൽ വെള്ളം പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കാം. അങ്ങനെ കുറച്ച് നനവ് വരുമ്പോൾ ഇതെടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മളെ കൂൺ വിത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. കണ്ടോ, ഇതാണ് കൂൺ വിത്ത് കേട്ടോ. അപ്പം പുല്ല് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഇവരെന്നെ നമുക്ക് കവർ തന്നിരുന്നു കേട്ടോ. ഇത് ചെയ്യാനുള്ള ബഡ് ചെയ്യാനുള്ള ആ കവറിൻ്റെ താഴെയായിട്ട് നന്നായിട്ട് കെട്ടി കൊടുക്കുക. നൂല് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക. കെട്ടി കൊടുത്തതിന് ശേഷം കവറൊന്ന് തിരിച്ചിട്ടതിന് ശേഷം കുറച്ച് വിത്ത് കവറിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്താ അത്രയ്ക്ക് വട്ടൊന്നുമില്ല കേട്ടോ, കുഞ്ഞ് കവറാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് വെച്ചതിന് ശേഷം കുറച്ച് വിത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഓരോ ലെയറായിട്ട് നമ്മൾ മാറ്റി വെച്ച ആ പുല്ല് ചെറിയൊരു നനവ്, ഇങ്ങനെ തൊട്ട് നോക്കിയാലൊരു നനവ് ഉണ്ടായിരിക്കണം കേട്ടോ. അങ്ങനെ നമുക്കിത് ഓരോ ലെയറായിട്ട് വെച്ച് കൊടുക്കാം. ഓരോ ലെയറിലും നമുക്ക് സൈഡിലായിട്ട് കുറച്ച് വിത്തുകൾ ഇത് ഇട്ട് കൊടുക്കാം. ഈ കൂൺ വിത്ത് ചെറുതായിട്ട് ഇങ്ങനെ ചുറ്റിനും ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോ ലെയറും ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ മുകളിൽ വരെ ചെയ്തിട്ടൊരു 4 ലെയർ അത്രയും ചെയ്യുമ്പോഴേക്കും മുകളിൽ വരെ എത്തും. എന്നിട്ട് നല്ലോണം ടൈറ്റ് ചെയ്തിട്ട് ഇത് കെട്ടി കൊടുക്കുക. നൂല് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് കെട്ടി കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഡെറ്റോൾ ആക്കിയതിന് ശേഷം ആ കവറിൽ ഇതിലെ എയർ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഇരുട്ട് റൂമിലെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ കേട്ടോ. ഇരുട്ട് മുറിയിൽ ഒരു കുറഞ്ഞ ലൈറ്റൊക്കെ പറ്റും, അവിടെ വെച്ച് കൊടുക്കുക 15 ദിവസം. അങ്ങനെ 15 ദിവസം വെച്ച് ആ വീഡിയോ ഞാൻ എടുത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിരിഞ്ഞിട്ടാണ് കണ്ടത്. കൂണ് വിരിഞ്ഞതിന് ശേഷമാണ് ഞാൻ കണ്ടത്. അങ്ങോട്ട് 1-2 പ്രാവശ്യമൊക്കെ ഞാൻ നോക്കിയിരുന്നു. പിന്നെ നോക്കിയപ്പോൾ അതാ കൂണ് ഇത്രയും വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്ക് ഇനി ചെയ്ത് നോക്കണം എന്തായാലും. ഫസ്റ്റ് ഇത്രയും ഉണ്ടായല്ലോ, ആദ്യമായിട്ട് ചെയ്തപ്പോൾ തന്നെ ഇത്രയും കൂണ് കിട്ടിയില്ലേ. കണ്ടോ, നമുക്കിത് കുറച്ച് നേരം വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മസാലയൊക്കെ പുരട്ടിയിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കും കേട്ടോ. വിത്ത് ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് കൂണുണ്ടാക്കിയിട്ട് ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് കഴിക്കാം. അതിൽ വൈറ്റമിൻ ഡിയും എയൊക്കെ നല്ലോണം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കൂ കേട്ടോ.